أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബഹുമാന്യരും സ്നേഹസമ്പന്നരുമായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വബാഹുൽ ഖൈർ, അഫ്കാറു സ്വബാഹ്, ശുഭദിനം, പ്രഭാത ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ ഒരു അനുഗ്രഹീതമായ പ്രഭാതവും പ്രദോഷവുമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, അത്യാപത്തുകൾ, ദുരന്തങ്ങൾ, മുസീബത്തുകളിൽ നിന്നും പടച്ച തമ്പുരാൻ നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും ഉത്ബോധിപ്പിക്കുന്നു, ഉണർത്തുന്നു. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. അൻ അബി ഉമാമത്ത റളിയല്ലാഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅലഹു റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് മൽ ഈമാൻ ഖാല ഇദാ സറത്തുക ഹസനതുക വസാഅത്ത് സയ്യിഅതുക ഫഅന്ത മുഅ്മിൻ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു അനുചരൻ സ്വഹാബി കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, മൽ ഈമാൻ, ഈമാൻ എന്നാൽ എന്താണ്? വിശ്വാസം എന്നാൽ എന്താണ്? ആരാണ് വിശ്വാസി, ആരാണ് മുഅ്മിൻ? ഈ ചോദ്യം അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഹ്രസ്വമായ, വളരെ അർത്ഥവത്തും ആശയസമ്പുഷ്ടവുമായ വചനം പ്രവാചകൻ വളരെ ചുരുക്കിക്കൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നു, ആരാണ് മുഅ്മിൻ, എന്താണ് വിശ്വാസം, ആരാണ് വിശ്വാസി എന്ന ചോദ്യത്തിന് പ്രവാചകൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. പ്രവാചകൻ അവിടുന്ന് മൊഴിഞ്ഞു, ഇദാ സറത്തുക ഹസനതുക, നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുകയും, വസാഅത്ത് സയ്യിഅതുക, നീ ചെയ്യുന്ന തിന്മകൾ, നീ ചെയ്യുന്ന അരുതായ്മകൾ നിന്നെ ദുഃഖിപ്പിക്കുകയും നിന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുവോ, അതാണ് ഈമാൻ. ഫഅന്ത മുഅ്മിൻ, അങ്ങനെയുള്ളവരാണ് വിശ്വാസി. അഥവാ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്, അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. നാം ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് എന്തു തന്നെയായാലും, അത് നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ കർമ്മം, നാം ആർക്കെങ്കിലും എന്തെങ്കിലും ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ ഒരു ആപത്തിൽ കഴിയുന്ന മനുഷ്യനെ നാം ശാരീരികമായി നമുക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുകയും, സാമ്പത്തികമായി കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കുകയും, അല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു നന്മ നേർന്നുകൊണ്ട് ഒരു ആശ്വാസവാക്ക് പറയുകയും ചെയ്താൽ ആ നന്മ നിന്നെ സന്തോഷിപ്പിക്കുന്നു എങ്കിൽ അത് ഈമാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ്, അതൊരു വിശ്വാസിയുടെ അടയാളമാണ്, അത് ഈമാനിൻ്റെ അടയാളമാണ്, അവനിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ ഒരു ഘടകവുമാണ്. അതുപോലെ തന്നെ വസാഅത്ത് സയ്യിഅതുക, നിന്റെ തിന്മകൾ, അത് ചെറുതായാലും വലുതായാലും, നിന്റെ ദുഷ്ചെയ്തികൾ, നിന്റെ തിന്മയായ കാര്യങ്ങൾ നിന്നെ അത് വിഷമമുണ്ടാക്കി, അത് നിനക്ക് ദുഃഖമുണ്ടാക്കി, എന്നാൽ അത് ഈമാനിൻ്റെ അടയാളമാണ്
അത് വിശ്വാസിയുടെ അടയാളമാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ചെറുതും വലുതുമായ നന്മകൾ അവനെ സന്തോഷിപ്പിക്കുകയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്ന ചെറുതും വലുതുമായ തിന്മകൾ അവനെ ദുഃഖത്തിലാക്കുകയും വിഷമത്തിലാക്കുകയും ചെയ്താൽ അവനിൽ വിശ്വാസമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാതത്തിൽ നാം ശ്രവിച്ച ഈ ഹദീസിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ ഈമാൻ സമ്പൂർണ്ണമാക്കി തരുമാറാകട്ടെ. ഈ നശ്വരവും നൈമിഷ്യവുമായ ഭൗതിക ജീവിതത്തിൽ നിന്നും വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധ കലിമ ചൊല്ലി പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശങ്ങളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാൻ അള്ളാഹു അതിനുള്ള സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദിവസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവുമായിട്ട് അടുക്കുവാനും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്തുകൊണ്ടും ദുആ ചെയ്യാൻ ഉണർത്തിക്കൊണ്ടും തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഊസിക്കും ബിദുആ وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.